വ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ആക്ടർ വിനായകൻ എന്ന് പറയുന്നത് പലതും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പൊതുസമൂഹത്തോട് മാപ്പ് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു ടൈറ്റിലുണ്ട്. പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് വിനായകൻ എന്ന്. ഫ്ളാറ്റിൽ ബാൽക്കണിയിൽ നിന്ന് അസഭ്യവർഷം നഗ്നത പ്രദർശനം നടത്തിയ സംഭവത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് നടൻ വിനായകൻ. സംഭവം ചെയ്തു കഴിഞ്ഞിട്ടുള്ള മാപ്പ് പറച്ചിലിന് യാതൊരു ഗുണവും, അത് വിശ്വാസം നേടിയെടുക്കാൻ ചിലർ ചെയ്യുന്ന പൊടിക്കു വഴിയാണ്. പക്ഷെ പരസ്യമായ സമൂഹത്തോടുള്ള അവിജ്ഞ വിനായകൻ ഉണ്ട് എന്നത് കാലഘട്ടത്തിന് മുമ്പേ ജനനം എന്ന ഒരു കാര്യത്തിൽ വിനായകൻ ഒരു സോഷ്യൽ സെലിബ്രിറ്റിയാണ്, ഇൻഡസ്ട്രിയിലെ യഥാർത്ഥ ആക്ടറാണ്. പക്ഷെ ആ ആക്ടറിനപ്പുറം റിയാലിറ്റിയിൽ വിനായകൻ വളരെ സീറോ ആണെന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു താന്തോന്നിത്തരം വിനായകൻ പൊതുസമൂഹത്തോട് ചെയ്യുന്നത്. തന്റെ ജന്മത്തിന്റെ നായർ എന്ന വിളിക്ക് കറുപ്പിനെ ട്രോളുന്നവരും അതിനെ കളിയാക്കുന്നവരെയും അവഗണിക്കാൻ വേണ്ടിയാണ് വിനായകൻ ഇത്തരത്തിലുള്ള തുറുപ്പ് ചീട്ടുകൾ ജനങ്ങളിലെ കാണികളെയാക്കി മാറ്റുന്നത്. അതിന് പൊതുബോധത്തെ നമ്മൾ ഒരിക്കലും മാപ്പ് കൊണ്ട് ഒഴിയാൻ പറ്റില്ല വിനായക. ഇത് ഈ സമൂഹം മാറിക്കഴിഞ്ഞു. ചിന്തകളും ചിന്താശേഷിയുമുള്ള സമൂഹത്ത് ഇത്തരത്തിലുള്ള ഗാർഹികമായ ഒരു പ്രക്ഷോഭത്തെ, നമ്മളെയൊക്കെ സിറ്റുവേഷനെ പലതിനെയും പല മാപ്പുകൾ പറയിപ്പിക്കാറുണ്ട്. പക്ഷേ ഇതിൽ മാപ്പ് അർഹിക്കുന്നില്ല വിനായക. നിങ്ങളെ ജനങ്ങൾ സമൂഹം ഏറ്റെടുക്കുന്നതോടൊപ്പം അവരുടെ മുന്നിൽ കാർക്കി തുപ്പുക എന്ന ഒരു വിശേഷം കൂടിയാണ് സമൂഹത്തോട് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ ഈ അയിഞ്ഞാട്ടം, ജനങ്ങളോട് നിങ്ങളോടുള്ള പുച്ഛം ഒക്കെ ഉണ്ട്. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലായിരുന്നു ആ മാപ്പ് പറച്ചിലെന്ന് പറയുന്നു. തന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവും എനർജിയും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കണമെന്ന് വിനായക പറയുന്നതിൽ എന്താണ് അർത്ഥം? അങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് ഈ സിനിമാ സംഘടന നിങ്ങളെ ഏറ്റെടുക്കൂ വിനായക? അത് നാണം കെട്ട വിഷയമാണ്. പൊതുസമൂഹത്തിൽ പബ്ലിക്കായി ഷോ നടത്തുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻസൈഡിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് കാണിക്കാൻ നിങ്ങൾക്ക് വെമ്പുന്നു. എന്തുകൊണ്ടാണ് വിനായക നിങ്ങൾ ഇങ്ങനൊരു കാര്യത്തെ, ഇത്രയും വലിയ ടാലന്റ് ഉള്ള നടനായിട്ടും നിങ്ങൾ ഒരു ദുഷ്പ്രവൃത്തി ജനങ്ങളോട് കാണിക്കുന്നത്? സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നെങ്കിൽ ഇറങ്ങി പോകണം മിസ്റ്റർ. പക്ഷെ ജനങ്ങൾക്ക് നിങ്ങളൊരു ബാധ്യതയാവരുത്. എന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ എന്നാണ് വിനായകൻ പറയുന്നത്. എന്തിന് ഇങ്ങനെ തടം കെട്ടിയതുപോലെ സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നു? നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ജോലി ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ ചാൻസുകളും ഇല്ലാതാക്കുന്ന ഈ മനസ്സൊന്ന് കളയണമെന്നാണ് വിനായകനോട് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് വിവാദങ്ങൾക്ക് കാരണമായ വിനായകന്റെ വീഡിയോ സമൂഹത്ത് വൈറലായത്. വ്യാപകമായി പ്രചരിച്ച് ഒരു കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കി അസഭ്യ ഭാഷയിൽ സംസാരിക്കുകയും നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന വിനായകനെ വീഡിയോയിൽ ദൃശ്യമായിരുന്നു. അതൊരു ദൃശ്യം തന്നെയായിരുന്നു വിനായക. അയൽവാസികളോട് ആണ് നടൻ മോശമായി പെരുമാറിയത്. വിവരം വീഡിയോ വൈറലായതിന് പിന്നാലെ പ്രചരിച്ച സ്ക്രീൻ ഷോട്ടുകൾ വിനായകൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പേജിൽ പങ്കുവെക്കുകയായിരുന്നു. കള്ളു കുടിച്ചിട്ടാണോ, മാനസിക പ്രശ്നമാണോ, എന്താണെങ്കിലും പൊതുസമൂഹം ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഏറ്റെടുക്കുന്നതല്ല. അതേസമയം നടനെതിരെ പരാതികൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് കൊച്ചി പോലീസ് അറിയിച്ചത് വൻ വിമർശനമാണ്. നടനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇത് ആദ്യമല്ല. വിനായകൻ അസഭ്യവർഷം നടത്തുന്ന വീഡിയോകൾ പുറത്തു വരുന്നത് ഇതിന്റെ പേരിൽ പലപ്പോഴും നടൻ വിവാദത്തിൽ അകപ്പെടാറുണ്ട്. നായർ എന്ന ഒരു ഇതാണ്, തന്റെ ജന്മമാണ്
വിനായകന്റെ ഈ ബാഡ് ഹാബിറ്റിനെ കുറിച്ചുള്ള ചിന്തകളെ അത് എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. സാധാരണക്കാർക്കും തന്റെ ജനനത്തെ അവർ ജഡ്ജ്മെന്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തരത്തില് മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് അവർ അങ്ങനെ നാണം കെടുത്താറില്ല വിനായക എന്ന് നിങ്ങൾ ഓർക്കണം. അതേസമയം തെക്ക് വടക്ക് എന്ന ചിത്രമാണ് മലയാള വിനായകന്റെ ഇതായി ഒടുവിൽ റിലീസ് ചെയ്തത്. സുരാജ് വെഞ്ഞാറമൂടും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ജയിലർ എന്ന തമിഴ് നടന്റേതായി റിലീസ് ചെയ്ത് രജനീകാന്ത് നായകനായി എത്തിയ ചിത്രത്തിലെ വിനായകന്റെ വില്ലൻ വേഷം ഇന്ത്യയോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്ത്യ മൊത്തം അറിഞ്ഞിരുന്നൊരു വേഷമല്ലേ വിനായക. ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ നിങ്ങളുടെ വരവ് ആഘോഷിക്കുകയായിരുന്നില്ലേ ഈ പൊതുസമൂഹം? പിന്നെന്തിനാണ് വിനായക നിങ്ങൾ ഇത്തരത്തിൽ ധാർമ്മിക രോഷം ജനങ്ങളോട് നിങ്ങൾ ഇങ്ങനെ മോശമായ സെലിബ്രിറ്റി വിഭാഗമെന്ന് വ്യക്തി ത്യാഗം കാണിക്കുകയാണോ സമൂഹത്തോട്? എന്തുകൊണ്ടാണ് വിനായകൻ ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ ഇത്രയ്ക്ക് നോൺസെൻസ് കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം നിങ്ങൾ നിഷേധിക്കുന്നത്? ഇത് നിങ്ങളുടെ നല്ല വശമല്ല, മോശവശമാണെന്നത് തീർച്ചയായും പറഞ്ഞതുകൊണ്ട് ഈ ഫ്ലാറ്റിൽ നിന്ന് കാണിച്ച അസഭ്യമായ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുകയാണ് പ്രേക്ഷകരെ. എന്ത് നാണമായിട്ടാണ്, എന്ത് താന്തോന്നിത്തരമാണ് വിനായകൻ എന്ന വ്യക്തി കാണിക്കുന്നത്? നിങ്ങൾ കാണണം. അദ്ദേഹം ഉടുതുണിയില്ലാതെ കാണിക്കുന്ന, അദ്ദേഹം പറയുന്ന വാക്കുകൾ അസഭ്യമായ വാക്കുകളാണെന്നത് വ്യക്തമാണ്. കാരണം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിനായകൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഒരു മാപ്പ് അർഹിക്കുന്നില്ല വിനായക. ഫ്ലാറ്റിൽ നിന്നും നഗ്നത പ്രദർശനം, എന്നിട്ട് തെറിവിളി ജനങ്ങളോട്. കള്ളു കുടിച്ചിട്ടാണെങ്കിലും അത് വയറ്റത്തിരിക്കണം. പൊതുസമൂഹത്തെ അങ്ങനെ നാണം കെടുത്തിയിട്ടുള്ളൊരു വിമർശനം എന്തിനാണ് വിനായക? നിങ്ങളൊരു പബ്ലിക് ഫിഗർ അല്ലേ? നിങ്ങളെപ്പോലുള്ള സമൂഹം ഇങ്ങനെ കാണിച്ചാൽ വരാൻ പോകുന്ന തലമുറയുടെ അവരുടെ മനസ്സിനെ നിങ്ങൾ കുലിക്കുകയല്ലേ ചെയ്യുന്നത്? സിനിമ എന്നത് ഒരു എന്റർടൈൻമെന്റ് ലോകമാണ്. ആ എന്റർടൈൻമെന്റിനൊപ്പം നിങ്ങളെപ്പോലുള്ള ഫേക്ക് ആക്ടേഴ്സും നിൽക്കുന്നു എന്ന ഇൻഡസ്ട്രിയുടെ തലപ്പത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സമൂഹത്ത് ഇത്തരത്തിലുള്ള മാധ്യമ മീഡിയ ഫിക്ഷൻ സമൂഹത്ത് നടക്കുന്നുണ്ട്. പക്ഷെ കോണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു വസ്തുത നിലനിൽക്കുന്ന കാലത്തോളം ഇത്തരത്തിലുള്ള ക്രിമികടികൾ ഉള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഇത്തിരി മോശമായ അഭിപ്രായമായിരിക്കും. വിനായകൻ പല സ്ഥലത്തും ഇതേ ഒരു അപ്രോച്ച് ചെയ്യാറുണ്ട്. വിനായകൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉള്ള നടനെ, അദ്ദേഹം ആക്ടിങ്ങിൽ വളരെ പെർഫെക്റ്റ് ആണെങ്കിലും അദ്ദേഹം റിയാലിറ്റിയിൽ വളരെ സീറോ ആയിട്ടാണ്. അദ്ദേഹം ഈ കാണിച്ച വീഡിയോയിൽ എന്ത് നാണം കെട്ട കളിയാണ് അദ്ദേഹം കാണിക്കുന്നത്? ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ആക്ടർ നമുക്ക് മാനക്കേട് തന്നെയാണ്. ഒരിക്കലും ഇതുപോലുള്ള ഒരു സംഭവത്തെ ന്യായീകരിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്ക് വരാൻ പറ്റില്ല വിനായക. ഇത് സോറി കൊണ്ടല്ല, നിങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയെ തന്നെ തകരാറാക്കാനുള്ള ഹേമ കമ്മീഷൻ അങ്ങനെ പല കേസുകളിൽ ഇൻഡസ്ട്രി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തകർച്ചയുടെ മുന്നിൽ നിങ്ങൾ ഇങ്ങനൊരു പബ്ലിക് ഷോയും കൂടി നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് ഫുള്ളായി മനസ്സിലാക്കി കൊടുക്കാനുള്ള ചാൻസ് ആണ് നിങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. നിങ്ങളെ തന്നെയാണ് ആ തീയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഗോസിപ്പുകളെ കളിയാക്കിയാൽ, നിങ്ങളെ ട്രോൾ ചെയ്യാൻ അത് നിങ്ങൾക്ക് കുറ്റം അല്ല. ഇത് ജനങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്ഷോഭങ്ങളോ അലിഗേഷൻസോ അല്ല. നിങ്ങൾ സെലിബ്രിറ്റികൾ ഉണ്ടാക്കിയത്. നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ പറ്റാതെ അവിടെയും ഇവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള വഴികൾ തേടി നടക്കുകയാണ്. കള്ള് കുടിച്ചാൽ അത് വയറ്റത്തിരിക്കണം. അതായത് പൊതുസമൂഹത്തെ ഛർദിക്കലല്ല വിനായിക ഈ ചെയ്യുന്നത്. ഇതൊക്കെ രസകരമായിരിക്കും, പക്ഷെ പൊതുജനങ്ങൾ കഴുതകളല്ല എന്നും കൂടി ഓർക്കണം. അവർ മാപ്പ് തരില്ല നിങ്ങൾക്ക്.
നിങ്ങളെപ്പോലുള്ള ഒരു നടനെ അവർക്ക് ഗെറ്റ് ഔട്ട് അടിക്കാം, അവർക്ക് നിങ്ങളെ സ്വീകരിക്കാതിരിക്കാം, നിങ്ങളുടെ സ്വീകര്യ മുറയിൽ നിങ്ങളെ ബഹുമാനിക്കാതിരിക്കാം, എല്ലാം അവർക്ക് അവകാശമുണ്ട്. സ്വാതന്ത്ര്യം നൽകിയത് ഇത്തരത്തിലുള്ള നീചമായ ഒരു കാര്യത്തെ നിങ്ങളുടെ ഫ്ലാറ്റിൽ നിങ്ങളുടെ വീട്ടിനകത്താണെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ പുറത്തു വെച്ച് പബ്ലിക് ന്യൂസൻസ് കാണിക്കുന്നത് എന്ത് റിയാലിറ്റിയാണ്? റിയാലിറ്റിയെ നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങൾ സിനിമ നടനെന്ന പേര് വിളിക്കരുത്. നിങ്ങൾ ഇന്ന് നടനാണെന്ന് വിളിക്കാൻ സമൂഹത്തിന് ഇത്തിരി മാനക്കേട് തന്നെയാണ്. കാരണം നിങ്ങളെപ്പോലുള്ളവർ എന്തിനു വേണ്ടി ഇങ്ങനെയൊരു ആക്ടിങ് സ്കില്ല് പഠിക്കണം? എന്തിനാണ് മറ്റുള്ളവരുടെ ചാൻസും കൂടി നിങ്ങൾ ഫ്ലോപ്പ് ആക്കുന്നത്? നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിക്ക് എന്നും ഫ്ലോപ്പുകളാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും വിജയമുണ്ടെങ്കിൽ അത് അത്ഭുതത്തോടെ നോക്കുന്ന കാണികൾ തന്നെയാണ് പ്രേക്ഷകർ. പക്ഷേ ഇതുപോലുള്ള ന്യൂൺസെൻസ്, ഇതുപോലുള്ളതിനെ ഒരിക്കലും വകവെച്ച് കൊടുക്കരുത്. ഇത് സമൂഹത്തിന് ഛർദിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നമുക്ക് അറപ്പും വെറുപ്പുമാകുന്ന ഒരു വിഷയത്തിലോട്ട് തന്നെ നീങ്ങുന്ന കാര്യമാണ്. ഇതാരെയും അനുകരിക്കുന്ന ഒരു കഥാപാത്രമാക്കരുത്. നിങ്ങളെയൊക്കെ അനുകരിച്ച് ജീവിക്കുന്നവരുണ്ട് മനുഷ്യർ. ആ മനുഷ്യക്കുലത്തിൽ നിങ്ങളെപ്പോലുള്ളൊരു സാഡിസ്റ്റ് ലക്ഷ്യമില്ലാതെ അലയുന്നവരായിരിക്കാം. എന്തിനു വേണ്ടിയാണ് ഇതുപോലുള്ള പൊതുസമൂഹത്തെ നിങ്ങൾ അവരുടെ എഡ്യൂക്കേഷനെ നിലവാരമില്ലാതാക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്? ഇത് നിങ്ങൾക്ക് പണക്കൊഴുപ്പിന്റെ അഹങ്കാരമാണ്. നിങ്ങളുടെ ഇൻഡസ്ട്രിയുടെ വലിപ്പത്തിന്റെ മഹിമയല്ല. നിങ്ങളുടെ റിയാലിറ്റിയിലെ നിങ്ങളുടെ ചിന്തകളിലെ നീചമായ ചിന്തകളാണത്. അത് ഒരു അസഭ്യ വാക്കുകൊണ്ടും അസഭ്യ ദൃശ്യങ്ങളും നിങ്ങൾ കാണിക്കരുത്. വലിയൊരു ചെമ്മണ്ണൂറിനെ അകത്താക്കുമ്പോൾ ഈ നാട്ടിൽ പ്രക്ഷോഭമായിരുന്നല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള വിനായകന്മാർ കാണിച്ചു കൂട്ടുന്ന പാപ്പരാസികളുടെ കളി എന്തിന് ജനങ്ങൾ കണ്ണടക്കുന്നു എന്നാണ്. കണ്ണടച്ച് പാല് കുടിക്കുന്നവരാണ് എല്ലാവരും. കണ്ണ് തുറന്നുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും ഉറക്കം നടിക്കാനോ നിന്ന് കൊടുക്കരുത്. ഇത് സമൂഹത്തോട് വഞ്ചന എന്ന് തന്നെയാണ് പറയുക. ഇതിന് നിങ്ങൾക്ക് സോറി ഇല്ല വിനായക. നിങ്ങൾ ഈ കാണിക്കുന്ന പ്രക്ഷോഭവും എന്തിനു വേണ്ടി? ഇതുപോലുള്ള നിരവധി കേസുകൾ, ഇതുപോലുള്ള നോൺസെൻസ് ഇപ്പോഴും അലിഗേഷൻ മീഡിയയിൽ വരുന്നുണ്ട്. അതിനോടൊപ്പമാണ് നിങ്ങളുടേതെന്നും ഞങ്ങൾക്കറിയാം. കാരണം നിങ്ങളും ഒരു നോൺസെൻസ് ആയി മാറുന്നു എന്ന പരമസത്യം നിങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുക. ഖേദമുണ്ട് വിനായക. നിങ്ങളെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ ഞങ്ങളൊക്കെ സ്നേഹിച്ചു എന്ന കുറ്റത്തിൽ നിങ്ങൾ സമൂഹത്തെ ഒരു വിഡ്ഢിയാക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയുന്നില്ല. നിങ്ങൾ തന്നെയാണ് ആ പേര് നിങ്ങളെ തന്നെയാണ് വിളിക്കുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഓരോരുത്തന്റെയും ഓരോ ഹ്യൂമന്റെയും തിരിച്ചറിവിനെ നിങ്ങൾ വെറുക്കപ്പെട്ടവനാക്കി മാറ്റുകയാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ബോധം എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സ്കിൽ എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന കാലഘട്ടത്തിൽ തുടർ പരാജയമാണെന്നല്ലാതെ തുടർ നിലപാട് ഉണ്ടാവില്ല നിങ്ങൾക്ക്. അവിടെ നിങ്ങൾ വിജയിക്കില്ല വിനായക. അവിടെ നിങ്ങൾക്കൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയില്ല വിനായക. കാരണം നിങ്ങളുടെ സാഡിസ്റ്റ് മൈൻഡ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് തിരിച്ചുള്ള ബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും. മറ്റുള്ളവർ പലരും പറയും അദ്ദേഹം പാവമാണ്, അദ്ദേഹം നല്ലവനാണ്. പക്ഷേ എത്രത്തോളം സഹിക്കുന്നു നിയമപാലകർ? എത്രത്തോളം സഹിച്ചാണ് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കണ്ടും അവരെ സെലിബ്രിറ്റിയിൽ എന്ന് പറഞ്ഞ തലയൊടുന്നത്? ബിസിനസ്സുകാരനാണെങ്കിൽ അവരെ അന്ന് തന്നെ അകത്തിട്ടില്ലേ? ഒരു സിനിമ നടനായതുകൊണ്ടാണോ ഇത്രയും പരിവേഷവും ഇത്രയും സമയവും അവർക്ക് കൊടുക്കുന്നത്? എല്ലാ ജനങ്ങൾക്കും, എല്ലാ ഹ്യൂമനും ഒരേ നടപടി, ഒരേ നിലപാടിൽ നിയമം നടത്തണം. അതാണ് ഇവിടുത്തെ നീതി. നീതിയെയും വിധിയെയും പഴിക്കുമ്പോൾ നമ്മൾ വിധിയെ പഴിക്കുന്നതിനൊപ്പം നീതി ആർക്ക് കൊടുക്കണമെന്നും അത് നമുക്കറിയണം. കാരണം ഇത്തരത്തിലുള്ള ന്യൂസൻസ് കാണിക്കുന്നതിനും ഒരു നിലപാട് വേണം, ഒരു നിയന്ത്രണം വേണം വിനായക. ഇത് നിങ്ങളുടെ സിനിമ മുറികളല്ല, ഇത് റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ഷെയ്മേടാണ്.
വിനായക. നിങ്ങളുടെ മാപ്പ് ഞങ്ങൾക്ക് വേണ്ട. അത് സ്വീകരിക്കുന്ന ജനതയല്ല നിങ്ങൾ. ഞങ്ങൾ മലയാളികളാണ്, അന്തസ്സുള്ളവര് തന്നെയാണ്. ആ അന്തസ്സിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ആക്ടേഴ്സ് ഒളിച്ചോടുകയാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു കഴിഞ്ഞു വിനായക. ഇനി നിങ്ങൾക്കുള്ള തിരിച്ചുവരവ് അതെങ്ങനെയാവുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് പൊളിറ്റിക്സ് പരമായല്ല നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ന്യൂസൻസ് പരമായാണ് ചിന്തിക്കുന്നത്. ഒരു അവബോധം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടം തിരിച്ചറിയാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ആ അവബോധം എന്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നത് നിങ്ങൾ ചിന്തിക്കുക. കള്ള് വയറ്റത്തിരിക്കണം. നിങ്ങളുടെ മദ്യം നിങ്ങളുടെ വയറ്റത്ത് മാത്രം തലക്ക് കയറിയാൽ അസ്ഥിക്ക് പിടിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. നിങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുന്നു എന്നതാണ് വിനായക. അതിന് മാപ്പില്ല. അതിന് നിങ്ങൾ എത്ര എത്ര ഏത് മീഡിയയിലും മുന്നും ഏതൊരു പ്രസ് മീറ്റിൽ പോയിട്ടും ജനങ്ങളോട് മാപ്പ് തരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിഷേധിക്കാനാണ് പറ്റൂ. കാരണം ഹേമ കമ്മിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരുപാട് ചലഞ്ചസുകൾ കൊണ്ട് നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ പല പല ഇഷ്യൂ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ നോൺസെൻസ്. എന്നിട്ട് ഞങ്ങളെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. ഈ സെലിബ്രിറ്റി ഞങ്ങളാണ് കുറ്റക്കാർ. ഞങ്ങൾ പറയുന്നതിനാണ് പ്രശ്നം. ഞങ്ങൾ ഇതുകൊണ്ട് ഈ ഒരു ന്യായീകരണത്തെ നമ്മൾ ഇതൊരു ന്യായീകരമായ സ്റ്റോറിയാണ് എന്ന് നിങ്ങൾ പറയുകയാണ്, ന്യായീകരിക്കുകയാണ്. തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കുകയും ചെയ്യുന്നത് അത് തെറ്റല്ലേ? അതിനെ ഒരിക്കലും വളർത്താനോ പാടില്ല. ചെറിയൊരു പേരിന്റെ പേരിൽ കുറ്റം ഇവിടെ ശിക്ഷിക്കപ്പെടുത്തുന്നില്ലേ? പക്ഷെ വലിയൊരു കാര്യം നടന്നാൽ അത് നിസ്സാരമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഏതിനും ഒരു ട്രൂത്തുണ്ട്, ഏതിനും ഒരു ശരിയായ നിലപാടുണ്ട്. ആ നിലപാട് സ്വീകരിക്കാത്ത വിനായകൻ എന്ത് മാപ്പർഹിക്കുന്നു? മാപ്പർഹിക്കുന്നില്ല. നിങ്ങളെ ജനിപ്പിച്ച വ്യക്തിക്കും അത് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. കാരണം നിങ്ങൾ അത്ര മാനം കെട്ടവനായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സമൂഹത്തോട് നിങ്ങൾക്ക് യാതൊരു നിലപാടുമില്ല. ആക്ടിങ് മാത്രം കൊണ്ടൊരാൾ ഫുൾ ഒരു ഹ്യൂമൻ റൈറ്റ്സിന് നിലപാടുള്ളവനാണ് എന്നത് പറയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അത് നിങ്ങൾ തന്നെ തെളിയിച്ച് കാണിക്കേണ്ടതാണ് വിനായക. ഒരു മൈൻഡ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു അവബോധം നിങ്ങൾക്ക് ഇല്ല. ഒരു ബോധം ധരിക്കുന്ന പ്രവൃത്തിയിലേക്കാണ് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് വിനായക നിങ്ങൾ ഇങ്ങനെയുള്ള ന്യൂൺ സ്റ്റോക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നിങ്ങളുടെ മനസ്സ് നിയന്ത്രണത്തിലല്ല എന്നത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ വാക്കുകളും ഒക്കെ ചങ്ങലക്കിടേണ്ട സമയമായി വിനായക. ബൈ ഫോർ താങ്ക്സ് ഫോർ വാച്ച്.